ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്രാബിങ് ചെയ്യാനാണ് കേട്ടോ പോണത്. പണ്ട് നമ്മളൊക്കെ പാടത്ത് ഞണ്ട് പിടിക്കാൻ പോകാറില്ലേ? നമ്മൾ ഇന്നിവിടെ ഒരു ഹാർബറിലാണ് കേട്ടോ ഞണ്ട് പിടിക്കാൻ വന്നിട്ടുള്ളത്. ഇത് ഇംഗ്ലണ്ടിലത്തെ കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ക്രാബിങ് ഒരുപോലെ ചെയ്യുന്നൊരു സ്ഥലമാണ്. നമ്മൾ കയ്യും വീശിയാണ് കേട്ടോ ഇന്ന് ക്രാബിങ്ങിന് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ കൈ കൊണ്ടല്ല ക്രാബിങ് ചെയ്യാൻ പോണത്. ഇതിനടുത്ത് തന്നെ കുറേ ഷോപ്സ് ഉണ്ട്. അവിടെ നമുക്ക് ക്രാബിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ വാ, നമുക്ക് പോയി ക്രാബിങ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ക്രാബിങ്ങിനുള്ള സാധനങ്ങൾ വാങ്ങാൻ വന്നേക്കാണ്. ഇത് ക്രാബ് ഡ്രോപ്പ് നെറ്റ് മെഷ് ബാഗ്. അതായത് ഇതിങ്ങനെ ഒരു ബാഗ് പോലെയാണ്. ഇത് ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് താഴ്ത്തിയാൽ മതി നമ്മൾ വെള്ളത്തേക്ക്. പക്ഷെ നമ്മൾ ഇതല്ല മേടിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. അതായത് ഇതൊരു ലൈൻ പോലെ, ഫിഷിങ്ങിന്റെ ലൈൻ പോലെ ഇതൊരു ലൈൻ, അതിന്റെ അറ്റത്തൊരു നെറ്റിന്റെ ബാഗ് ഉണ്ട്. ഇത് നമുക്ക് മേടിക്കാം. ബക്കറ്റ് മേടിക്കാല്ലേ? നല്ല ക്യൂട്ടല്ലേ? സൂപ്പർ ആയിട്ടല്ലേ? ഇത് മേടിക്കാം. ബെയ്റ്റ് ആയിട്ട്, അതായത് ഇരയായിട്ട് ഇട്ട് കൊടുക്കാനുള്ള ബേക്കൺ പീസ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് കാണാം. The corner and actually by the wall there is some crabbing bait. If you just want to pick it up and pass it to me. It's the bacon pieces, right? Yeah. We bought some. You have? Okay, no problem. Thank you. Do you prefer that one or the other one's easier? I don't know. Which is the So is easier the one? drop net, the oval one, the round one is easier. The other one Yeah. is the easy Do one. you want the other one? What I'll take this one. Yeah, More challenging. More challenging. നമ്മൾ എന്നുള്ളത് നോർത്ത് ഡെവണിലെ ആപ്പിൾ ഡോർ ക്വേ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ ആണെങ്കിൽ ക്രാബിങ്ങിന്റെ ഒരു ബെസ്റ്റ് സ്പോട്ടാണിത്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് റോക്ക് പൂൾസിലൊക്കെ കുറെ ക്രാബിങ് ചെയ്തിട്ടുണ്ട്. ക്രാബിങ്ങും ഫിഷിങ്ങും ഒക്കെ നമ്മൾ റോക്ക് പൂൾസിൽ ചെയ്തിട്ടുണ്ട്. റോക്ക് പൂൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടുത്തെ കടലുകളുടെ അടുത്ത് ഇങ്ങനെ പാറക്കെട്ടുകൾ, കുഞ്ഞു കുഞ്ഞു പാറക്കെട്ടുകളുടെ ഉള്ളിൽ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കണ കാണാം. അപ്പൊ അതിന്റെ ഉള്ളിലാണെങ്കിൽ കുറെ കുഞ്ഞു ടൈപ്പ് ഓഫ് മീനുകളും ഞണ്ടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ വല വെച്ചിട്ട് കുട്ടികൾക്കും നമുക്കൊക്കെ ഞണ്ടിനെയും മീനിനെയും ഒക്കെ പിടിക്കാൻ നല്ല രസം. അപ്പൊ അത് നമ്മൾ കുറെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു ഹാർബറിന്റെ തീരത്ത് വന്നിട്ട് നമ്മളിതുവരെ വെള്ളത്തിൽ പോലെ നമ്മളിതുവരെ ഹാർബറിന്റെ തീരത്ത് വന്നിട്ട് നമ്മളിതുവരെ ഇങ്ങനെ ഒരു ക്രാബിങ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇപ്രാവശ്യം അത് ചെയ്യാം. വന്നപ്പോഴായിട്ട് ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിച്ചത്, അതായത് ഈ കാണുന്ന സ്ലോപ്പ് ആയിട്ടുള്ള ഏരിയ കൂടിയാണ് ബോട്ടും വാട്ടർ സ്കൂട്ടറും എല്ലാം വെള്ളത്തിൽ ഇറക്കുന്നത്. നിങ്ങൾ ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ഞാനിപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കണത് തന്നെ. ഇത് കണ്ടപ്പോ പറഞ്ഞു എന്നുള്ളൂട്ടോ. ഇതാണ് ഇങ്ങനെ കെട്ടാൻ എനിക്ക് അറിയത്തില്ല. എന്നാലും നമ്മളോട് കെട്ടി നോക്കാണ്. ഇതിന് നല്ല ആഴണ്ടാ. വീണ് കഴിഞ്ഞാൽ നിനക്കോ എനിക്ക് നീന്താൻ അറിയത്തില്ല. അത് ആദ്യം നീന്തൽ അറിയില്ല. എന്തായാലും അവിടെയൊക്കെ ഇതിലും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ കൊച്ചു കുട്ടികൾ വരെ, ഇവിടുത്തെ എല്ലാ പിള്ളേർക്കും സ്വിമ്മിങ് ഒക്കെ അറിയാം. അതുകൊണ്ട് അവരൊക്കെ അവിടെ നല്ല സിമ്പിൾ ആയിട്ട് ഇരുന്നിട്ട് എന്താ ഇങ്ങനെ വരിയില്ലാത്ത സ്ഥലത്ത് സുഖമായിട്ട് ഇങ്ങനെ കാട് പൊട്ടക്കിട്ട് ഇരുന്നിട്ട് അവരൊക്കെ ക്രാബിങ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത്രയ്ക്ക് ധൈര്യം എനിക്കില്ല. നമ്മളതുകൊണ്ട് പിള്ളേരെ പോലൊന്നും കൊണ്ടുവന്നില്ല. ഇതെങ്ങനെ കിട്ടും? ശരിയാക്കി തരാം. അല്ല, ഈ കല്ലപ്പ എവിടെ വരുന്നുണ്ട്? ഈ കല്ല് ഇതിന്റെ ഒപ്പം താഴേണ്ടതാണോ? കല്ല് അതിൻ്റെ ഉള്ളിൽ താഴ്ന്നു പോകേണ്ടത്. അതിലേക്ക് താഴാനായിട്ട് വേണ്ടിയിട്ടുള്ള സാധനം വെയിറ്റ്. ചിലപ്പോ കല്ലും ഇത് കൂടി ഇതിന്റെ ഉള്ളിലേക്ക് പോകാൻ. വെയിറ്റ് വേണം. വെയിറ്റ് എങ്ങനെ ഉള്ളൂ? ഫുഡ് എവിടെ ഇടും? ഫുഡ് അതിൻ്റെ ഉള്ളില്. അപ്പൊ ഈ കല്ല് എവിടെ ഇടും? ആ ചേച്ചി മര്യാദക്ക് പറഞ്ഞതാ ബക്കറ്റ് എടുത്തോളാൻ. അപ്പൊ വേണ്ട, ഇതന്നെ മതി പറഞ്ഞിട്ട് മേടിച്ചു. ഞാനങ്ങനെ പഠിച്ച പണി 18 നോക്കിയിട്ടും എനിക്ക് അതിന്റെ ഫിറ്റിങ്സ് ഒന്നും മനസ്സിലായില്ല. അവസാനം നമ്മുടെ ചേട്ടൻ തന്നെ എൻ്റെ നിന്ന് വാങ്ങി സിമ്പിളായിട്ട് മിനിറ്റുകൾ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഫുഡൊക്കെ നിറച്ച് ട്രാപ്പ് സെറ്റാക്കി. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഞണ്ടിനെ പിടിക്കാനുള്ള സാധനം. ചേട്ടാ ചേട്ടാ സൂക്ഷിച്ച്. അയ്യോ, ദേ ആ സാധനം ദേ വരുന്നു. അയ്യോ, ഒരു കാര്യം ചെയ്യാൻ മറന്നു. ആദ്യം ആ ബക്കറ്റിൽ വെള്ളം നിറയ്ക്കണം. ചേട്ടാ, ഞാൻ വീണ ചേട്ടന്റെ കൂടെ ചാടൂ? പിന്നെ പക്ഷെ ഞാൻ ചാടില്ല കേട്ടോ. ഇവനെ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇവന് മാടപ്രാവിന്റെ രൂപമാണെങ്കിലും ഇവന്റെ കയ്യിലിരിപ്പ് ഭയങ്കര മോശമാണ്. വന്നപ്പോ തൊട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തടയൊന്നും നോക്കിയിട്ട് ഒരുത്തൻ നമ്മുടെ പിന്നാലെ നടക്കണ്ട കേട്ടോ.
ഇവൻ്റെ പേരാണ് സീകൾ. അതായത് നമ്മുടെ നാട്ടിലെ കാക്കയുടെ പോലെയാണ് ഇവൻ UK-ൽ. എൻ്റെ മോളുടെയൊക്കെ ഭയങ്കര ശത്രുവാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് നിന്ന് എന്തെങ്കിലും ഫുഡ് ഐറ്റം കഴിക്കുകയാണെങ്കിൽ അപ്പോൾ വരും കൊത്തിപ്പറിക്കാൻ. ഇവർ കുട്ടികളെയാണ് മെയിനായിട്ട് ഇവൻ ടാർഗറ്റ് ചെയ്യുക. അതായത് പിള്ളേരെയൊക്കെ നന്നായി അറ്റാക്ക് ചെയ്യും ആള്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെ ഭയങ്കര പേടിയാണ്. ഞാനിവിടെ കൽപ്പടവിന്റെ ഒരു സൈഡിലിരിക്കട്ടാ. എനിക്ക് അങ്ങോട്ട് നീങ്ങിപ്പോയിരിക്കാനുള്ള അല്ലെങ്കിൽ ആ വെള്ളത്തിൽ പോയി തിരിഞ്ഞു നിന്നെടുക്കാനുള്ള ഒരു ധൈര്യം ഇല്ല. കാരണം ഇതിന് നല്ല ആഴമുണ്ട്. ഞങ്ങൾ ഈ മൂലക്കായ കാരണം ഞങ്ങൾ വീണിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ കാണൂല. തൊപ്പിലേക്ക് വീഴുമ്പോ കയറും. അയ്യോ, ഇത് കറി വെക്കാൻ പറ്റുമോ? ക്രാബ് റാമൻ. ചേട്ടന്റെ തൊപ്പി അടുത്തേക്കില്ല, കടികിട്ടായിരുന്നട്ടാ. ആ കണ്ണ കയറിൻ്റെ അറ്റത്തൊരു ചെറിയൊരു വെയിറ്റ് ഉണ്ട്, ഒരു കല്ല്. അത് നന്നായി വെള്ളത്തിലേക്ക് ഇത് താഴാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ബാഗിൽ നമ്മൾ കണ്ട പോലെ കുറച്ച് ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞണ്ടുകൾ അടുത്തെത്തുമ്പോൾ കുറച്ച് കുമിളകളൊക്കെ മേലേക്ക് വരുന്നതാണ് ചേട്ടൻ പറയുന്നത്. പിന്നെ ഒരു വെയിറ്റും തോന്നും നമുക്ക് പുള്ളി ചെയ്ത് നോക്കുമ്പോൾ. അപ്പം നമുക്ക് മേലേക്ക് പുള്ളി ചെയ്യാം. ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് സൂപ്പർ ഞണ്ടുകളെ പിടിച്ചുട്ടാ. ഞണ്ട് പിടിക്കാതെ പറഞ്ഞ് തുള്ളിച്ചാടി വന്നത് ഞാനാ. പക്ഷെ ഞണ്ടിന്റെ രൂപം കണ്ടപ്പോ എനിക്ക് പേടിയായി. പിന്നെ ഞാനൊന്നും പിടിച്ചില്ല, ഞാൻ ഓടി. അമ്മേ, ഇത് ചക്ക ഞണ്ടാ. ഈ ഹാർബറിൽ നിന്ന് പിടിക്കണ ഞണ്ടുകളെ ഇതിന്റെ തന്നെ വേറൊരു സ്ഥലത്ത് കൊണ്ട് തിരിച്ചു വിടാത്ത ആൾക്കാർ ചെയ്യാറ് സാധാരണ. അപ്പൊ എനിക്ക് മനസ്സിൽ ഞണ്ടുകറി വെക്കാമെന്നൊരു ഐഡിയയിലൊക്കെയാണെന്ന് ഞാൻ വന്നത്. പക്ഷെ ചേട്ടന് പാവം ഞണ്ടുകളെ കണ്ടപ്പോൾ ഭയങ്കര അലിവ് തോന്നി. അപ്പോൾ അവസാനം നമ്മൾ ഇതിനെ തിരിച്ചു വിടാമെന്ന് തീരുമാനിച്ചു. അവര് പോയി ജീവിക്കട്ടെ അല്ലേ പാവങ്ങൾ. ഞങ്ങളിവിടെ ഞണ്ടിനെ കൊണ്ട് കളയാൻ വേണ്ടി എത്തിയപ്പോഴാണ് ഇവിടെ 2 സായിപ്പ് കുട്ടന്മാരുണ്ടായിരുന്നത്. ഇവരിവിടെ ഇങ്ങനെ വെയിൽ കാരണം ഞണ്ടിനെ പിടിക്കലും മീൻ പിടിക്കലും വെള്ളത്തിൽ കിടന്ന് മറയിലും തുടങ്ങിയ കലാപരിപാടികളൊക്കെ ആയിരുന്നു. ആ നേരത്ത് നമ്മുടെ ഞണ്ടുകളെ കണ്ടപ്പോൾ ഇവർ ഭയങ്കര എക്സൈറ്റഡായി. എന്നിട്ട് ഞാനാണെങ്കിൽ ഇങ്ങനെ ഇതിനെ എങ്ങനെ കളയുമെന്ന് വിചാരിച്ച് പേടിച്ച് നിൽക്കുമ്പോൾ ഇവന്മാർ ഓടി വന്ന് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് ആ ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ തന്നെ കൈയിട്ടിട്ട് ആ ഞണ്ടിനെ ഒരു പേടിയില്ലാണ്ട് പിടിച്ചു. വെറുതെ കൈ കൊണ്ടിട്ട് പിടിക്കുക മാത്രല്ല, ഈ നമ്മുടെ ഓരോ പെറ്റ് പട്ടിക്കുട്ടികളെ കൊഞ്ചിപ്പിക്കണ പോലെ എല്ലാത്തിനും സെപ്പറേറ്റ് ഉമ്മ കൊടുത്തിട്ടാണ് അവൻ എല്ലാവരെയും തിരിച്ച് കടലിലേക്ക് തന്നെ വിട്ടത്. ഞണ്ടിനെ തേടും വീണ. ഇത് കിട്ടിയ വീണ നിനക്ക് ഞണ്ട്? എനിക്ക് കിട്ടി, പക്ഷെ ഞാനൊന്നും പിടിച്ചില്ല. എനിക്ക് ഞണ്ടിനെ കണ്ടപ്പോ ഭയങ്കര പേടിയായി. നമ്മളിന്ന് ക്രാബിങ്ങിന് യൂസ് ചെയ്തത് ഈ ലൈനും പിന്നെ ഈ നെറ്റും അതിന്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് ഹാം ഇട്ടുണ്ടേ. സത്യം പറഞ്ഞാൽ നമ്മളിന്ന് വേലിയേറ്റത്തിന്റെ സമയത്ത് വരുന്നതാണ് നല്ലതെന്ന് പറയണം. അപ്പൊ കുറെ ക്രാബ് കിട്ടുന്നു. നമ്മൾ അങ്ങനെ ഒരു സമയത്തല്ലെന്ന് വന്നത്, നമ്മൾ നന്നായി വെള്ളം ഇറങ്ങിക്കെടുക്കുന്ന ഒരു സമയത്താണ് വന്നത്. പക്ഷെ ഇപ്പൊ നല്ല വെതറായിരുന്നു, അതുകൊണ്ട് നമ്മളിപ്പോ വന്നു. പക്ഷെ എന്നിട്ട് പോലും നമുക്ക് ഈ ബക്കറ്റ് നിറയെ ക്രാബ് കിട്ടി. ഈ ബക്കറ്റ് വീണ് നല്ല ക്യൂട്ടല്ലേ? നമുക്ക് ഇനിയും വരെ നോക്കി നിൽക്കുമ്പോൾ മഴയും വെയിലൊക്കെ മാറി വരുന്ന ഒരു കാലാവസ്ഥയായിട്ട് ഇവിടുത്തെ. അപ്പം അതേ പെട്ടെന്ന് കാർമേഘങ്ങളൊക്കെ വന്നൊരു മഴയ്ക്കുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പം ഞങ്ങൾ വേഗം വീട്ടിൽ പോട്ടെ. അപ്പം ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ എല്ലാ ക്രാബുകൾക്കും നല്ലൊരു ലൈഫ് ആശംസിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാ നമ്മുടെ വ്യൂവേഴ്സിനും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ അവർ ചാനൽ.